ഗവർണർ വാഹനം നിർത്തി ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. സകല SFIക്കാരും നാണം കെട്ട് ഗതികേട് കൊണ്ട് ഓടിയത് നമ്മളെല്ലാവരും തന്നെ കണ്ട് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. കേരളത്തിലെ ഈ വിദ്യാർത്ഥി സംഘടനക്കൊരു ധാരണയുണ്ട്, ഇവർക്ക് വലിയ വീരപരിവേഷമാണ് എന്ന് സ്വയം കരുതുന്ന അന്തംകമ്മികളാണല്ലോ. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ ഈ വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ ഇവരുടെ വീരപരിവേഷം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ നേതാവ് ഓടി രംഗത്ത് വന്നുകൊണ്ട് പത്രമാധ്യമങ്ങളെയൊക്കെ പെട്ടെന്ന് തന്നെ വിളിക്കുന്നു. എന്നിട്ട് അവരോടൊരു പ്രസ്താവനയാ, കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റികളിലും ഗവർണറെ കാലു കുത്തിക്കില്ല എന്ന്. ഇവനൊന്നും യാതൊരു ബോധവുമില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഭരണഘടനാപരമായിട്ട് സകല അധികാരവും ചാൻസലർക്കാണ് എന്നുള്ളൊരു ബോധം പോലും ഈ വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, ഈ ഒരു പ്രസ്താവന ഈ നേതാവ് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. മറുപടി വരികയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരുടെ മുഖത്തടിച്ചതുപോലെയാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. 16 മുതൽ 18 വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിക്കുമെന്ന്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ വിദ്യാർത്ഥി സംഘടനയുടെ നെഞ്ചത്ത് കയറിയിട്ട് നൃത്തം ചെയ്യുകയാണ് നമ്മുടെ കേരളത്തിലെ യഥാർത്ഥ ഇരട്ടച്ചങ്കുള്ള ഗവർണർ ചെയ്യുന്നത്. ഇതിനും നല്ലത് ഗവർണർ ഒരു മുഖത്തൊരടി കൊടുക്കുന്നതായിരുന്നു. കാരണം ഇവർ വേണമെങ്കിൽ ആരും കാണാതെ വന്ന് ആ അടി വാങ്ങുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ തുക്കട നേതാക്കന്മാരെ ഇതുപോലെ വെല്ലുവിളിച്ചൊക്കെ ഇവർക്ക് വലിയ ശീലമാണ്. ഇതേപോലെ അക്രമം ചെയ്തും ഇവർക്ക് വലിയ ശീലമാണ്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ലോകത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്നെ അക്രമവും പോരാട്ടവും ഒക്കെ തന്നെയാണല്ലോ. ഇവരുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ പോയിട്ടുള്ള മാനം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോൾ തോന്നിയതുപോലെ ചെയ്യാൻ ഇവർ ശ്രമിക്കും. എനിക്ക് പറയാനുള്ളത് ഇവരിൽ തന്നെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളോടാണ്. ഈ നേതാവൊക്കെ പോയ മാനം തിരിച്ചു പിടിക്കാൻ എന്തും ചെയ്യും. നിങ്ങളെ തന്നെ കൊലക്ക് കൊടുക്കാൻ വരെ തയ്യാറായിരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഗവർണറെയൊക്കെ ഒന്ന് വഴി തടയുകയോ ഗവർണർക്കെതിരെയൊക്കെ എന്തെങ്കിലും ഒന്ന് അക്രമപരമായിട്ട് ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ IPC 124 പ്രകാരം വലിയ കേസാണ് ഉണ്ടാവുക. തീഹാർ ജയിലിൽ PFIക്കാർ കിടക്കുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. ആ ഒരു വകുപ്പ് ഉൾപ്പെടെയാണ് ചേർത്ത് നിങ്ങൾക്ക് കിട്ടുക. ഇതിലൊക്കെ ഈ നേതാവൊക്കെ ആവേശഭരിതമായിട്ട് തോന്നിയതുപോലെ വിളിച്ചു പറയുമ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും സ്വയം ബോധം വെച്ചിട്ട് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തം ജീവിതത്തിലെ വിദ്യാർത്ഥി കാലഘട്ടം നായ നക്കുന്നത് പോലെ ആക്കണോ ആക്കണ്ടേ എന്ന് 1000 തവണ ചിന്തിച്ചിട്ട് ഇവന്മാരൊക്കെ വിളിക്കുന്നിടത്തേക്ക് ഓടിപ്പോവാവൂ എന്ന് സകല വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ SFIക്കാരോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലുള്ള സകല യൂണിവേഴ്സിറ്റികളെക്കാൾ വലുപ്പമുള്ള ഉത്തർപ്രദേശിലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം പയറ്റിത്തെളിഞ്ഞ് നിങ്ങളെക്കാൾ വലിയ, നിങ്ങളുടെ നേതാക്കന്മാരെക്കാൾ വലിയ ഗുണ്ടകൾക്കെതിരെ പ്രവർത്തിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ വെല്ലുവിളിക്കാൻ മാത്രമൊന്നും ത്രാണി ഇന്ന് കേരളത്തിലെ SFI വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇല്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇവർ ഗവർണർ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് തോന്നിയതുപോലെ ചെയ്യാൻ വരുന്ന സമയത്ത് 1000 തവണ ചിന്തിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതൊക്കെ എന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്ത് തന്നെയായാലും ഗവർണർ ഈ വിദ്യാർത്ഥി സംഘടനയുടെ സകല അഹങ്കാരയും പൂച്ചിച്ച് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതിന് ഗവർണർക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങളും നേരുകയാണ്.